അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക്, അതായത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആദ്യത്തെ 3 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണപരീക്ഷ നടത്തി. എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് ആ എക്സാം എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ശേഷം ഫസ്റ്റ് ടൈമിന് ശേഷമുള്ള ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ആവർത്തന ഗുണിതം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ? ആ വാക്ക് പറയുന്ന കണക്ക് തന്നെ റിപ്പീറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആവർത്തിക്കുക. ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിക്കുന്നതിനല്ലേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഗുണിതം. അതായത് സംഖ്യകളുടെ ഗുണിതം ആവർത്തിക്കുക. ഒരേ സംഖ്യ തന്നെ വീണ്ടും 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 ഗുണിച്ച് പോവുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇതിന്റെ കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് അതിന്റെ എന്താണ് ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഞാൻ 4 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക. 4 എന്ന സംഖ്യ എടുത്തു. 4 4 ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. അതായത് 4 എന്ന് പറയുന്ന സംഖ്യ 4 തന്നെ തുല്യമാണ്. ഞാൻ 4നെ തന്നെ 4 കൊണ്ട് ഗുണിച്ചു. 4 into 4. 4 into 4 എത്ര? നമുക്ക് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയത്തില്ലേ? എങ്ങനെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ? 4 into 1 4, 4 into 2 8, 4 into 3 12, 4 into 4 16 ആണല്ലോ. അപ്പൊ 4 into 4 എന്ന് എങ്ങനെ എഴുതാം? 16 എന്ന് എഴുതാം. അതിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോകും. ഒരു നൊട്ടേഷൻ ഉപയോഗിച്ച് 4 മുകളിൽ ഒരു 2 ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? 4 സ്ക്വയർ എന്നാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, വായിക്കുന്നത്. 4⁻2 എന്ന് അല്ലെങ്കിൽ പറയാം. 4 സ്ക്വയർ അഥവാ 4⁻2 എന്ന് വായിക്കാം. അപ്പൊ അതിനെ ഞാൻ 4 സ്ക്വയർ എന്ന് എഴുതി. അത്ര എഴുതേണ്ടത് സംശയമില്ലല്ലോ. ഇനി ഞാൻ 4നെ 3 തവണ ഗുണിക്കുക. 4 into 4 into 4. ഇങ്ങനെ 4 into 4 into 4 എത്ര കിട്ടും? 4 ഗുണം 4 ഗുണം 4. 4 ഗുണം 4 16. 16നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 16 ഗുണം 4. സൈഡിലേക്ക് നമുക്ക് ചെയ്ത് നോക്കാം. 16 ഗുണം 4. 16 ഗുണം 4 എത്ര കിട്ടും? 6 4 24 4 2 ശിഷ്ടം 4 4 2 64 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 64 എഴുതാമല്ലോ. 4 into 4 into 4 equal to 64. അപ്പൊ ഇവിടെ നമുക്ക് ഈ നൊട്ടേഷൻ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? ഇവിടെ 2 4കൾ വന്നപ്പോൾ 4⁻2 എന്ന് എഴുതി. എങ്ങനെ എഴുതിയത്? 2 4കൾ 4നെ 2 വട്ടം ഗുണിച്ചപ്പോ എങ്ങനെ എഴുതി? 4⁻2 എന്ന് എഴുതി. ഇവിടെ 4 എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ വന്നിട്ടുണ്ട്. 4 ഗുണം 4 ഗുണം 4 ആണല്ലോ. 4 3 തവണ വന്നപ്പോ നമ്മൾ ഇങ്ങനെ എഴുതാൻ നൊട്ടേഷൻ ഉപയോഗിച്ച് 4 എഴുതിയിട്ട് മുകളിലായിട്ട് എന്ത് എഴുതണം? ഒരു 3 എഴുതണം. അതിനെ വായിക്കുന്നത് 4 ക്യൂബ് അഥവാ 4⁻3 എന്ന് വായിക്കാം. 4⁻3. മലയാളത്തിലും അങ്ങനെ പറഞ്ഞാൽ മതി. 4⁻3 എന്ന് പറഞ്ഞു പഠിച്ചാൽ മതി. അല്ലെങ്കിൽ 4 ക്യൂബ് എന്ന് വായിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി 4 വട്ടം 4കൾ വന്നാലോ? 4 ഗുണം 4 ഗുണം 4 ഗുണം 4. എങ്ങനെ കണ്ടുപിടിക്കാം? 4 ഗുണം 4 ഗുണം 4 ഗുണം 4. ഇവിടെ 4 ഗുണം 4 ഗുണം 4ന്റെ വില നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 64 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 4കൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര? 64 അല്ലേ? ആ 64നെ വീണ്ടും ഒരു 4 കൊണ്ട് ഗുണിക്കാനല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 64 ഗുണം 4. 4 4 16 6 1 ശിഷ്ടം 6 4 24 1 25. അപ്പൊ എന്തെന്ന് കിട്ടും? 256 എന്ന് കിട്ടും. എങ്ങനെ കിട്ടി? 256 എന്ന് കിട്ടി. അപ്പൊ ഈ 256 നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 4⁻4 എന്ന് എഴുതാം. അതായത് ഇവിടെ 4 4കളല്ലേ വന്നേക്കുന്നത്. അപ്പൊ 4⁻4 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ സംഖ്യകൾ ആവർത്തിച്ച് ഗുണിക്കുക. ഒരേ സംഖ്യ തന്നെ വീണ്ടും 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 എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മളെ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ പഠിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതിന്റെ നമ്മളെ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ഇതേ കണക്ക് എഴുതാൻ കുറച്ച് നമ്പറുകൾ തരാം.
ആ നമ്പറുകൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോക്കണം, എഴുതി നോക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി തരുന്ന കുറച്ച് നമ്പറുകളാണ്. 1 ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? 1 ഇതേ കണക്ക് എഴുതി നോക്കേണ്ട ആവശ്യമുണ്ടോ? 1 ഗുണം 1 എത്ര തന്നെ? 1 തന്നെ. 1 ഗുണം 1 ഗുണം 1 എത്ര തന്നെ? 1 തന്നെ. 1നെ എത്ര തവണ ഗുണിച്ചാലും എന്ത് തന്നെ വരുന്നത്? 1 തന്നെ. അപ്പൊ ആ കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 1ന്റെ അതേ കണക്ക് എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനകത്ത് 4 തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടത് 2ന്റെയും 3ന്റെയും 5ന്റെയും ഇതേ കണക്കുള്ള ഗുണിതങ്ങൾ സ്വന്തമായി എഴുതി എന്ത് ചെയ്യണം, ഇന്ന് തന്നെ അത് ഹോംവർക്കായിട്ട് അയച്ചു തരണം. ഏതിൻ്റെയൊക്കെയാ? 2ന്റെയും 3ന്റെയും 5ന്റെയും. 2നെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. 3ഉം 5ഉം എന്ത് ചെയ്താൽ മതി, സ്വന്തമായിട്ട് എഴുതിയാൽ മതി. അപ്പൊ 2ന്റെ എങ്ങനെയായിരിക്കും വരുന്നത്? 2 2 ഈക്വൽ ടു 2 എന്ന് എഴുതാലോ. അതിനെ 2 റൈസ് ടു 1 എന്ന് എഴുതാലോ. 2 റൈസ് ടു 1 എത്ര തന്നെ? 2 തന്നെ. 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 എത്ര? 2 ഗുണം 2 4 അല്ലേ? അപ്പൊ അതിനെ നൊട്ടേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 2 റൈസ് ടു 2 എന്ന് എഴുതാം. അടുത്ത എങ്ങനെയാ വരുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഗുണം 2 ഗുണം 2 2 ഗുണം 2 ഗുണം 2 എത്ര? 2 ഗുണം 2 4 4 ഗുണം 2 8. അപ്പൊ ഇതിനെ നമുക്ക് നൊട്ടേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അടുത്ത 2 ഗുണം 2 ഗുണം 2 ഗുണം 2 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അതിനെ നൊട്ടേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 2 റൈസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ ഇതേ കണക്ക് 1-2 സ്റ്റെപ്പുകളും കൂടി എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് എഴുതണം. 2ന്റേത് സ്വന്തമായിട്ട് എഴുതണം. ബാക്കി 3ന്റെയും 5ന്റെയും ഇതേ കണക്ക് സ്വന്തമായിട്ട് എഴുതി എന്ത് ചെയ്യണം, ഹോംവർക്കായിട്ട് അയച്ചു തരണം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സംഖ്യകൾ ഗുണിക്കുന്നതിനെ നമ്മളൊരു പേര് പറയും, എക്സ്പോണന്റേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? എക്സ്പോണന്റേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 2നെ ഓരോ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ആവർത്തിച്ച് ഗുണിച്ചു പോകുന്നതിന് എന്തെന്നാ പറയുന്നത്? എക്സ്പോണന്റേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? എക്സ്പോണന്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്? ഒരു സംഖ്യയെ വീണ്ടും ഒരേ സംഖ്യ തന്നെ വീണ്ടും ആവർത്തിച്ച് ഗുണിക്കുന്നു. ആ ഗുണിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ്, ഏതൊരു നൊട്ടേഷൻ ഉപയോഗിച്ചാണ് എഴുതുന്നത്? അതായത് 2 5 വട്ടം, അതുകൂടി നമുക്ക് പറയാം. അപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ 10 വട്ടം ഗുണിക്കുക. 2 ഗുണം 2 ഗുണം 2 ഗുണം അങ്ങനെ 10 2കൾ ഗുണിക്കുന്നതിനെ ചുരുക്കി നമ്മൾ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 10 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയതാണ്, അത് ഒന്നുകൂടി പറഞ്ഞത്. ഇപ്പോൾ കുറച്ചും കൂടെ വലിയ സംഖ്യകൾ നമ്മൾ എല്ലാ സ്റ്റെപ്പുകളും എഴുതി നോക്കാതെ നമ്മൾ 2 ഗുണം 2 ഗുണം 2 10 വട്ടം ഗുണിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ നമുക്ക് എങ്ങനെ സിംപ്ലി എഴുതാം, ഏറ്റവും ലഘൂകരിച്ച് എങ്ങനെ എഴുതാം? 2 റൈസ് ടു 10 എന്ന് എഴുതാം. 7നെ 5 വട്ടം ഗുണിക്കുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 എന്ന് പറയുന്ന സംഖ്യ 5 വട്ടം ആവർത്തിച്ച് ഗുണിക്കുക. എങ്ങനെയാണ് എഴുതുന്നത്? 7 ഗുണം 7 ഗുണം 7 ഗുണം 7 ഗുണം 7 ഇതാണല്ലോ. 7 എത്ര വട്ടം ആവർത്തിച്ച് ഗുണിക്കുന്നു? 5 വട്ടം ആവർത്തിച്ച് ഗുണിക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 7 റൈസ് ടു 5 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 7 റൈസ് ടു 5. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്ക്, ഇപ്പം നമ്മൾ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അവിടെ പ്രോബ്ലം ആയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ഹോംവർക്കുകൾ കൂടെ തന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെക്ഷൻ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായ ആ ഹോംവർക്കുകൾ അപ്പോഴും തന്നെ എന്ത് ചെയ്ത് പോകണം, ചെയ്ത് പോകണം. അപ്പോൾ നോക്കിയേ, 7നെ 5 വട്ടം ഗുണിക്കുന്നതിനെ 7 റൈസ് ടു 5 എന്ന് എഴുതി. 7 റൈസ് ടു 5 ആ വാക്ക് എങ്ങനെ വായിക്കുന്നത് കേട്ടോണം. 7 റൈസ് ടു 5 7 റൈസ് ടു 5. സ്ക്വയറോ ക്യൂബോ ആണെന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ 2 ക്യൂബ് എന്ന് പറയും. അതായത് 2ഓ 3ഓ ആണ് പവറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് എന്ന് വായിക്കും. 4 5 അങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സംഖ്യകൾ തന്നെ എങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്? റൈസ് ടു ആ സംഖ്യ, അതായത് 7 റൈസ് ടു 5 അല്ലെങ്കിൽ 6 റൈസ് ടു 3 അല്ലെങ്കിൽ 5 റൈസ് ടു
11 അങ്ങനെ അങ്ങ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ആ വാക്ക് കേട്ട് വെച്ചേക്കണം. എങ്ങനെ പറയുന്നത്? റേസ് ടു ആ സംഖ്യ എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറയാം. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു ഒന്ന് രണ്ട് ഹോംവർക്ക് തരാം. ഞാൻ കുറച്ച് ഗുണിതങ്ങൾ ഇവിടെ എഴുതിയിടും. ആ ഗുണിതത്തിന് തുല്യമായ എക്സ്പോണന്റേഷൻ ഫോം എഴുതാനാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിന് തുല്യമായ എക്സ്പോണന്റേഷൻ ഫോം എഴുതുക. 8 ഗുണം 8 ഗുണം 8 ഗുണം 8 ഗുണം 8. 8 എത്ര വട്ടം ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഇവിടെ? 5 വട്ടം. അപ്പൊ അതിന് തുല്യമായത് എങ്ങനെ എഴുതാം? 8⁵5 എന്ന് എഴുതാം. ഇനി നേരെ തിരിച്ചും എഴുതാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അത് 8⁵5 എന്ന് തന്നിട്ട് എങ്ങനെ എഴുതാൻ പറയും? ആവർത്തന ഗുണിതമായി എഴുതാൻ പറയും. അപ്പൊ 8⁵5 എന്ന് തന്നിട്ട് ആവർത്തന ഗുണിതമായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? 8 എന്ന് പറയുന്ന സംഖ്യ 5 തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു. എങ്ങനെയാ പറയുന്നത്? 8 എന്ന സംഖ്യ 5 തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 8⁵5 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എങ്ങനെ പൂർണ്ണ രൂപത്തിൽ എഴുതാം? 8 ഗുണം 8 ഗുണം 8 ഗുണം 8 ഗുണം 8 എന്ന് എഴുതാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ കൂടി ഹോംവർക്ക് എന്നാ ചെയ്യാമല്ലോ. രണ്ട് രീതിക്കുള്ള കണക്കുകൾ ഞാനിപ്പോൾ എഴുതിയിടും. അതായത് ആവർത്തന ഗുണിതമായിട്ട് എഴുതുന്ന ഇതിനെ എങ്ങനെ എഴുതണം? എക്സ്പോണന്റേഷൻ ഫോമിലേക്ക് മാറ്റണം. എക്സ്പോണന്റേഷൻ ഫോമിൽ തന്നിരിക്കുന്നതിനെ ആവർത്തന ഗുണിതമാക്കി മാറ്റണം. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള കണക്കുകൾ ഹോംവർക്കായിട്ട് തരുവാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 കണക്ക് ഞാൻ ഇവിടെ എഴുതിയിടാം. അത് എന്തായിട്ട് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. വില കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അത് വലിയ സംഖ്യകളായിരിക്കും നിങ്ങൾക്ക് വിലയായിട്ട് കിട്ടുന്നത്. ചെറിയ സംഖ്യകളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ വില ഗുണിച്ച് കണ്ടുപിടിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സംഖ്യകൾ അതേ കണക്ക് ആവർത്തന ഗുണിതമാക്കി അങ്ങ് എഴുതിയിരുന്നാൽ മതി. അപ്പൊ 7⁻11 7⁻11 എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 7⁻11 തന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കാം? 7 എത്ര വട്ടം ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു? 11 വട്ടം ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. 7⁻11. അപ്പൊ 7⁻11 എത്ര വട്ടം 7 ഗുണിക്കണം? 11 വട്ടം ആവർത്തിച്ച് ഗുണിച്ച് എഴുതണം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 11 ഗുണം 11 ഗുണം 11 ഗുണം 11 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11. ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റണം? എക്സ്പോണന്റൽ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെയായിരിക്കും എക്സ്പോണന്റൽ ഫോമിലേക്ക് മാറ്റുന്നത്? 11 എത്ര വട്ടം ആവർത്തിച്ച് ഗുണിച്ചേക്കുന്നു? 4 വട്ടം. അപ്പൊ എങ്ങനെ വരും? 11⁻4 എന്ന് വരും. ഓക്കെ ആണല്ലോ. സ്വന്തമായിട്ട് എഴുതാമല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 4 കണക്കുകൾ എന്ത് ചെയ്യുക? സ്വന്തമായി ഹോംവർക്കായിട്ട് ചെയ്യുക. ചെയ്ത് അതിന്റെ സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് 100, 1000, 10,000, lakh, 10 lakh and crore as powers of 10. എന്താ പറയുന്നത്? 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം ആൻഡ് കോടി, 1 കോടി. ഇതിനെ എന്താക്കി എഴുതണം? 10ന്റെ പവർ ആക്കി എഴുതണം. എന്താക്കി എഴുതണം? 10ന്റെ പവർ. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചു. നമ്മൾ പവേഴ്സ് പഠിച്ചു. അതായത് എങ്ങനെയാണ് ഒരു സംഖ്യ 2⁵5 എങ്ങനെയായിരുന്നു വായിക്കുന്നത്? 2 പവർ 5. 2⁵5 നമ്മൾ എങ്ങനെ വായിക്കാം? 2 പവർ 5 എന്നും വായിക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്തിന്റെ പവർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്? 2ന്റെ പവർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഏത് സംഖ്യയാണോ ആവർത്തിച്ച് ഗുണിക്കുന്നത് അതിന്റെ പവർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സംഖ്യയെ ഇതിനെ പറയുന്നത് 2⁵5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ പവർ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? 10ന്റെ പവർ ആയിട്ട് ഏതൊക്കെ സംഖ്യകളെ എക്സ്പ്രസ് ചെയ്യണം? 100, 1000, 10,000, lakh, 10 lakh ആൻഡ് crore. ഇത്രയും സംഖ്യകളെ എന്തിന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം? 10ന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് 100നെ എങ്ങനെ എഴുതാം? 10 × 10 എന്ന് എഴുതിക്കൂടെ? 10 ഗുണം 10 അല്ലേ 100 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ 10ന്റെ പവർ ആണ്. 10 എത്ര തവണ ആവർത്തിച്ച് ഗുണിച്ചേക്കുന്നു?
2 തവണ ആവർത്തിച്ച് ഗുണിച്ചേക്കുമല്ലേ. അപ്പൊ പിന്നെ 10ന്റെ പവറായിട്ട് എങ്ങനെ എഴുതാം? 10⁻², അല്ലെങ്കിൽ 10 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ 100നെ എങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത നമ്പർ ഏതാ? അടുത്തത് ഏതാ നമ്പർ? 1000. 1000നെ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? 10 × 10 × 10 ആണല്ലോ. 10 × 10 × 10 എന്ന് പറയുന്നതല്ലേ 1000 എന്ന് പറയുന്നത്. 10 × 10 100, 100 × 10 1000. അപ്പൊ നമുക്ക് അതിനെ പവറായിട്ട് എങ്ങനെ എഴുതാം? 10ന്റെ തേർഡ് പവർ. കാര്യം എന്താ? 10 എത്ര തവണ ആവർത്തിച്ച് വന്നിരിക്കുന്നു? 3 തവണ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 10³ അഥവാ 10ന്റെ തേർഡ് പവർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 10³ അല്ലെങ്കിൽ 10⁻³ എന്ന് വായിക്കാം. അപ്പൊ അത് ഓക്കെ ആണല്ലോ. 1000ന്റെ പവർ ആക്കി എഴുതിയതും സംശയമില്ലല്ലോ. അടുത്ത ഏതാ പറയുന്നത്? 10,000 അല്ലേ പറയുന്നത്. 10,000 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 10 × 10 × 10. 10 എത്ര തവണ ആവർത്തിച്ചു വന്നു? 4 തവണ. അപ്പൊ എങ്ങനെ എഴുതാം? 10⁻4 എന്ന് എഴുതാം. അപ്പൊ ആദ്യത്തെ 3 ഓക്കെ. അടുത്ത നോക്കിയേ, സ്വന്തമായിട്ട് എഴുതാമല്ലോ. നമുക്ക് ഇതേണൊക്കെ എഴുതി പോയേ സ്വന്തമായിട്ട്. അടുത്ത 1 lakh. 1 lakh വരുമ്പോൾ എങ്ങനെ എഴുതാം? 1 lakh വരുമ്പോൾ 10 × 10 × 10 × 10 × 10. 10 എത്ര തവണ? 10 എത്ര തവണ? 5 തവണ. അപ്പൊ എങ്ങനെ എഴുതും? 10⁻5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. 10⁻5. അടുത്തതോ 10 ലക്ഷം. 10 ലക്ഷത്തെ എങ്ങനെ എഴുതാം? 10 × 10 × 10 × 10 × 10 × 10. എത്ര എഴുതാം? 10⁻6 എന്ന് എഴുതാം. ഇതേ കണക്ക് 1 കോടി 1 crore എങ്ങനെ എഴുതാം? 10⁻7 എന്ന് എഴുതാം. അപ്പൊ അത് സ്വന്തമായിട്ട് എഴുതുക. അപ്പൊ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് 100, 1000, 10,000, lakh and 10 lakh and crore as powers of 10. അപ്പോൾ ഇവിടെ നോക്കി 10ന്റെ പവർ ആയിട്ട് ഈ സംഖ്യകളെല്ലാം എഴുതിയത് കണ്ടോ. 100നെ 10ന്റെ പവർ ആയിട്ട് എങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് എഴുതാം. 1000നെ എങ്ങനെ എഴുതാം? 10³ അഥവാ 10⁻3 എന്ന് എഴുതാം. 10,000നെ എങ്ങനെ എഴുതാം? 10⁻4 എന്ന് എഴുതാം. 1 lakhനെ എങ്ങനെ എഴുതാം? 10⁻5 എന്ന് എഴുതാം. 10 lakhനെ എങ്ങനെ എഴുതാം? 10⁻6 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 crore എങ്ങനെ എഴുതാം? 10⁻7 എന്ന് എഴുതാം. അപ്പോൾ ഓക്കെ ആണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലെ ആദ്യത്തെ കണക്ക്, നമ്മൾ എക്സസൈസിലെ ആദ്യത്തെ കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ കണക്ക് നോക്കാം. കമ്പ്യൂട്ട് ദി ഫോളോയിങ്. ക്വസ്റ്റ്യൻ ഇതാ, കമ്പ്യൂട്ട് ദി ഫോളോയിങ്. മലയാളം മീഡിയം എന്താ? ഈ തന്നിരിക്കുന്ന വില കണക്കാക്കുക. മലയാളം മീഡിയംകാർ എന്ത് ചെയ്തോണം? ടെക്സ്റ്റ് നോക്കി ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിലുണ്ട്, ആ ക്വസ്റ്റ്യൻ നോക്കി വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ പറയുന്നത്? കമ്പ്യൂട്ട് ദി ഫോളോയിങ്, അതായത് താഴെ തന്നിരിക്കുന്നതിന്റെ വില കണക്കാക്കുക. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പറഞ്ഞിരിക്കുന്നത്? 30⁻4. എങ്ങനെയാ വായിക്കുന്നത്? 30⁻4 അഥവാ 30⁻4. 30⁻4 എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വായിക്കാം. 30ന്റെ 4th പവർ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ പറയാം. അപ്പൊ ഈ സംഖ്യ എത്ര ആണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതിന്റെ വില എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മളുടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ വില കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതണം? 30⁻4 എന്ന് വെച്ചാൽ എന്താ? 30നെ 4 തവണ ആവർത്തിച്ച് ഗുണിക്കാനാ പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? 30നെ 4 തവണ ആവർത്തിച്ച് ഗുണിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ? 30 × 30 × 30 × 30 എഴുതാലോ. 30 × 30 × 30 × 30. 30നെ 4 തവണ ആവർത്തിച്ച് ഗുണിച്ചു. അപ്പൊ ഇതിന്റെ വില കണ്ടുപിടിക്കാം. അതിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30നെ 30 കൊണ്ട് ഗുണിക്കാം. 30നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 30 × 30 900 എന്ന് കിട്ടും. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 900. ഈ രണ്ട് സംഖ്യകൾക്ക് വരാൻ 900 കൊടുക്കാം. പിന്നെ അവിടെ ബാക്കി എന്തുണ്ട്? 30 × 30. വീണ്ടും ഒരു 30 × 30 അവിടെ ബാക്കിയുണ്ട്. ഇനി എന്ത് ചെയ്യുക? 900ത്തെ വീണ്ടും എന്തുകൊണ്ട് ഗുണിക്കുക? 30 കൊണ്ട് ഗുണിക്കുക. 900നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും?
എത്ര എന്ന് കിട്ടും? 27,000 എന്ന് കിട്ടും. 27,000 എന്ന് കിട്ടും. അതിനെ വീണ്ടും എന്തുകൊണ്ട് ഗുണിക്കണം? 30 കൊണ്ട് ഗുണിക്കണം. കാര്യം ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വില. അതിനെ വീണ്ടും 30 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിനെ വീണ്ടും 27,000 വീണ്ടും 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 27,000 ഗുണം 30. എത്ര കിട്ടും? 8,10,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 8,10,000 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓരോ സംഖ്യ 30 ഗുണം 30 കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും 30 കൊണ്ട് ഗുണിക്കുക. ആ ആൻസറിനെ എന്ത് ചെയ്യുക? വീണ്ടും 30 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാം. അപ്പൊ നോക്കി എഴുതിയെടുത്ത് എങ്ങനെ മനസ്സിലാക്കി എഴുതണേ. ഓരോ സ്റ്റെപ്പ് എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം നോക്കി എഴുതിയെടുക്കണം. അടുത്ത കണക്ക് ഒരു കണക്കും കൂടി ഇതേ കൊണ്ട് അത് ഞാൻ ചെയ്യും. 1-2 ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനും തരും? ഹോംവർക്ക് ആയിട്ടും തരും. അപ്പൊ നോക്കിയേ, ഇത് ഓക്കെ ആണല്ലോ, ഈ കണക്ക് ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ കണക്ക് 50/5 വില കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കണം? 50/5 വില കണ്ടുപിടിക്കണം. അപ്പൊ 50/5 വില കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? അപ്പൊ 50/5 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യണം? 50നെ എത്ര വട്ടം ഗുണിക്കാനാ പറഞ്ഞേക്കുന്നത്? 5 തവണ ആവർത്തിച്ച് ഗുണിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 50 ഗുണം 50 ഗുണം 50 ഗുണം 50 ഗുണം 50 ഇങ്ങനെ എഴുതാലോ. 50നെ 5 തവണ ആവർത്തിച്ച് ഗുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണക്കി ചെയ്തതുപോലെ ആദ്യം എന്ത് ചെയ്യുക? 50നെ 50 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ വീണ്ടും 50 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ വീണ്ടും 50 കൊണ്ട് ഗുണിക്കുക. വീണ്ടും എന്ത് ചെയ്തുകൊണ്ട് ഗുണിക്കുക? 50 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിടാം. നിങ്ങൾ സ്വന്തമായിട്ട് ഗുണിച്ച് നോക്കി ആൻസർ ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് എന്ത് ചെയ്ത് നോക്കിയോണം? ചെക്ക് ചെയ്തോണം. ആൻസർ അവസാനം കിട്ടുന്നത് ഇതായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിയോണം? വെരിഫൈ ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ 2 കണക്കുകൾ ചെയ്തല്ലോ. ഇനി ഒരു കണക്ക് ഹോംവർക്കായിട്ട് തരുവാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത ചെയ്യാനുള്ള കണക്ക് 200/3. ഇതിന്റെ വില കണ്ടുപിടിക്കണം. ഏതിന്റെ വില കണ്ടുപിടിക്കണം? 200/3 വില കണ്ടുപിടിക്കണം. അത് എന്ത് കണ്ടുപിടിക്കണം? 200 ഗുണം 200 ഗുണം 200 വില കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യുക? 200നെ 200 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും എന്തുകൊണ്ട് ഗുണിക്കുക? 200 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ഒരു എക്സസൈസോട് കൂടി ഈ ഒരു കണക്കോട് കൂടി നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് നോക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പ്ലേസ് വാല്യൂ. ഒരു സംഖ്യയുടെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സംഖ്യയെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് സംഖ്യ ഇവിടെ എഴുതിയിടാം. 3165 എന്ന സംഖ്യ. ഏതാ? 3675. 3675 എന്ന സംഖ്യ. ഈ ഒരു സംഖ്യ നോക്കിയേ. ഈ ഒരു സംഖ്യയുടെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? ഈ പ്ലേസ് എന്താ? ഒറ്റയുടെ സ്ഥാനം, വൺസിന്റെ പ്ലേസ് എന്ന് നമ്മൾ പറയും. ഇതോ ടെൻസിന്റെ പ്ലേസ്, ഒറ്റ 10ന്റെ സ്ഥാനം. ഇതോ 100ന്റെ സ്ഥാനം അഥവാ 100ന്റെ പ്ലേസ്. ഇതോ 1000ന്റെ സ്ഥാനം അഥവാ 1000ന്റെ പ്ലേസ്. അപ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, അങ്ങനെയാണല്ലോ പ്ലേസുകൾ പറഞ്ഞു പോകുന്നത്. ഒറ്റ, 10, 100, 1000 അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ അതിന്റെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നത്? 3000 എത്ര തവണയുണ്ട് ഇവിടെ? 3000 എന്ന് പറയുമ്പോൾ തന്നെ 3000ങ്ങൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? 3000 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 3 ഗുണം 1000 അധികം പിന്നെന്താ വന്നേക്കുന്നത്? 675 അല്ലേ വന്നേക്കുന്നത്? 600 എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് എത്ര നൂറുകളുണ്ട്? 6 നൂറുകളില്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? 6 ഗുണം 100 അധികം പിന്നെന്താ ഉള്ളത്? 75. 75ൽ 70ൽ എത്ര പത്തുകളുണ്ട്? 7 പത്തുകളല്ലേ?
പിന്നെ അവസാനം എന്താ 5. ഒൺസിന്റെ പ്ലേസ് ആണെന്ന് എങ്ങനെ എഴുതാം? 5 ഗുണം 1 എന്ന്. അപ്പൊ എങ്ങനെയാ എഴുതിയത്? 3675-നെ 3 ഗുണം 1000 3000 അധികം 6 ഗുണം 100 600 അധികം 7 ഗുണം 10 70 അധികം 5 ഗുണം 1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 1000 നമ്മൾ തൊട്ട് മുമ്പ് 1000-നെയും 100-നെയും 1000-നെയും 10 ലാഖിനെയൊക്കെ എന്തിന്റെ പവറാക്കി എഴുതി? 10-ന്റെ പവറാക്കി എഴുതിയത് ഓർമ്മയുണ്ടോ? അപ്പൊ ഈ സംഖ്യകളെ നമ്മൾ ഇനി എന്തിന്റെ പവറാക്കി മാറ്റാൻ പോവുക? 10-ന്റെ പവറാക്കി മാറ്റാൻ പോവുക. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 3 ഗുണം 1000-നെ എങ്ങനെ നമ്മൾ 10-ന്റെ പവറാക്കി എഴുതുന്നത്? 10 ക്യൂബ് ആണല്ലോ. 3 × 10⁻³ പ്ലസ് 100-നെ എങ്ങനെ എഴുതുന്നത്? 10 സ്ക്വയർ 6 × 10² പ്ലസ് 7 × 10⁻1. 10 വെറും 10 ഉള്ളൂ, അപ്പൊ 10⁻1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പ്ലസ് 5 × 1 എന്ന് എഴുതാലോ. അപ്പൊ നമ്മൾ ഈ 1000 100 10 എന്നീ സംഖ്യകളെ എന്തായിട്ട് എഴുതി? 10-ന്റെ പവറാക്കി എഴുതി. അത് മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതായത് സംഖ്യകളെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ 10-ന്റെ പവറുകളാക്കി എഴുതാൻ പോകും. 10-ന്റെ പവറുകളുടെ സമ്മാക്കി എഴുതാൻ പോകും. അപ്പൊ ഈ ഒരു കണക്ക് ഓക്കെ ആണല്ലോ. 3000 ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംഖ്യയെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമുക്കറിയാം 3675 എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ എഴുതാം? തന്നെ 3000 അധികം 600 അധികം 70 അധികം 5 എന്ന് എഴുതാലോ. 3675-നെ 3000 അധികം 600 അധികം 70 അധികം 5 എന്ന് എഴുതാലോ. 3000 എന്ന് പറയുന്നത് 3000 ചേരുന്നത്, 600 എന്ന് പറയുന്നത് 6 100 ചേരുന്നത്, 70 എന്ന് പറയുന്നത് 7 10 ചേരുന്നതാണ്, 5 എന്ന് പറയുന്നത് 5 1 ചേരുന്നതാണ്. അപ്പൊ അതാണ് അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഈ 1000 100 10 1 എന്നീ സംഖ്യകളെ എന്തിന്റെ പവറാക്കി എഴുതി? 10-ന്റെ പവറാക്കി എഴുതി. ഇവിടെ വേണമെങ്കിൽ 1-ന് പകരം 10⁻0 എന്ന് വേണമെങ്കിൽ എഴുതാൻ കേട്ടോ. ഏതൊരു സംഖ്യയും 0-യുടെ പവർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കും കിട്ടുന്നത്. വേണമെങ്കിൽ ഈ 1-നെ 10⁻0 എന്ന് എഴുതാം. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിന് അതിനെപ്പറ്റി പറയുന്നില്ല, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ ആണല്ലോ. ഈ ഒരു ഇങ്ങനെ എഴുതുന്നത് ഓക്കെ ആണല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു സംഖ്യ ഓക്കെ, നമുക്കൊരു പൂർണ്ണസംഖ്യ ഇവിടെ തന്നിരുന്നത്. അപ്പൊ ഈ പൂർണ്ണസംഖ്യകളെ നമുക്ക് അങ്ങനെ ആക്കി മാറ്റാൻ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡെസിമൽ നമ്പർ കൂടി ചേർന്ന് വരുന്നതിനെ എങ്ങനെ 10-ന്റെ പവറാക്കി എഴുതാം എന്നതിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? അടുത്തതായിട്ട് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സംഖ്യ ഞാൻ പറയാം. 362.574 362.574 ഈ സംഖ്യ എന്ത് ചെയ്യണം? 10-ന്റെ പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ 10-ന്റെ പവറാക്കി എഴുതണം. ആദ്യം നമുക്ക് 362 നോക്കാം. അത് മാത്രം ആദ്യം നോക്കാം. 362 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3 ഗുണം 300 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം എത്ര 100-കൾ? 3 100-കൾ. 3 × 100 പ്ലസ് പിന്നെ എത്ര ഉള്ള 300 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നോക്കാം 362-നെ സ്പ്ലിറ്റ് ചെയ്യാം. 362-നെ നമുക്ക് എങ്ങനെ എഴുതാം? 300 അധികം 60 അധികം 2 എന്ന് എഴുതാം ആണല്ലോ. 300 അധികം 60 അധികം 2. 300-നെ 3 ഗുണം 100 എന്ന് എഴുതി. 60-നെ എങ്ങനെ എഴുതി? 6 ഗുണം 10 എന്ന് എഴുതി. 60 എന്ന് കേൾക്കുമ്പോൾ തന്നെ 6 10-കൾ ചേർന്നതാ. 2 എത്ര 1-കൾ ചേരുന്നതാ? 2 1-കൾ ചേരുന്നതല്ലേ. അപ്പം നമ്മളുടെ ഡെസിമൽ ചിഹ്നത്തിന് തൊട്ട് മുമ്പ് വരെ ഉള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 3 ഗുണം 100 അധികം 6 ഗുണം 10 അധികം 2 ഗുണം 1 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ 10-ന്റെ പവറാക്കി എങ്ങനെ എഴുതാം? 3 × 100-നെ 10-ന്റെ പവറാക്കി എങ്ങനെ എഴുതുന്നത്? 10 സ്ക്വയർ പ്ലസ് 6 × 10⁻1 പ്ലസ് 2 ഗുണം 1 എന്ന് എഴുതി. ഇത്ര എഴുതിയതിനകത്ത് സംശയമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഡെസിമൽ നമ്പറിന് ശേഷം വരുന്നതിനെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചർച്ച ചെയ്യേണ്ടത്.
അപ്പൊ നോക്കിയേ, ഡെസിമൽ നമ്പറിന് ശേഷം വന്നേക്കുന്ന ഏതാ? അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 0.574 എന്നല്ലേ എഴുതിയേക്കുന്നത്? 0.574. 0.574 നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ എങ്ങനെ അതിനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ പഠിച്ചേക്കുന്നത്? ഈ സ്ഥാനം എന്തിന്റെ സ്ഥാനോ? 1/10 സ്ഥാനോ? എന്തിന്റെ സ്ഥാനോ? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് എന്തിന്റെ സ്ഥാനമാണ്? 1/10th പ്ലേസ് ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന സ്ഥാനം എന്തിന്റെ സ്ഥാനമാണ്? 1/10ന്റെ പ്ലേസ്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതോ 1/100ന്റെ പ്ലേസ്. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് 1/10th പ്ലേസും രണ്ടാമത് വരുന്നത് 1/100th പ്ലേസും അടുത്തത് വരുന്നത് 1/1000th പ്ലേസ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അടുത്ത സ്ഥാനം ഏതായിരിക്കും? 1/10,000 ആയിരിക്കും. അടുത്തതോ 1/1,00,000 ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. അപ്പൊ ഓർത്ത് വെച്ചിരുന്നാൽ മതി, പോയിന്റ് കഴിഞ്ഞ് ആദ്യം വരുന്നത് ഏത് സ്ഥാനമാ? 1/10ന്റെ സ്ഥാനം. രണ്ടാമത് വരുന്നതോ 1/100ന്റെ സ്ഥാനം. മൂന്നാമത് വരുന്നതോ 1/1000ന്റെ സ്ഥാനം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ അപ്പൊ നമുക്ക് ഈ സംഖ്യ എങ്ങനെ എഴുതാം? 1/10ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 5 ആണ്. അപ്പൊ 5 ഗുണം 1/10 എന്ന് എഴുതാം. 5ന് പകരം എങ്ങനെ എഴുതി? 5 ഗുണം 1/10 എന്ന് എഴുതി. പ്ലസ് 7 എന്തിന്റെ സ്ഥാനത്ത് കിടക്കുക? 1/100ന്റെ സ്ഥാനത്ത് കിടക്കുക. അപ്പൊ 7 ഗുണം 1/100 പ്ലസ് 4 ഗുണം എന്തായിരിക്കും? 4 ഗുണം 1/1000. ഓക്കെ ആണല്ലോ. 5 ഗുണം 1/10 പ്ലസ് 7 ഗുണം 1/100 പ്ലസ് 4 ഗുണം 1/1000. ഇവിടെയും നമുക്ക് എന്തിന്റെ പവറാക്കി എഴുതാം? 10ന്റെ പവറാക്കി എഴുതൂടെ? 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, അങ്ങനെ പോവുക. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്താക്കി മാറ്റാം? 10ന്റെ പവറാക്കി എഴുതാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം? 5 ഗുണം 1/10⁻1 പ്ലസ് 7 ഗുണം 1/100നെ എങ്ങനെ എഴുതാം? 10 സ്ക്വയർ പ്ലസ് 4 ഗുണം 1/10 ക്യൂബ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ഓക്കെ ആണല്ലോ എഴുതിയത്. അപ്പൊ നമുക്ക് ഏത് സംഖ്യയായിരുന്നു എഴുതേണ്ടത്? ഇതിനെയായിരുന്നു എഴുതേണ്ടത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ചേർത്തങ്ങ് എഴുതിയാൽ മതി. അതായത് ആദ്യമേ നമ്മൾ 362നെയാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. 362ന്റെ ഇവിടെ കണ്ടുപിടിച്ചു. ഡെസിമൽ നമ്പറിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ എങ്ങനെ കിട്ടും നമുക്ക്? 362.574 എങ്ങനെ എഴുതാം? 3 ഗുണം 10 സ്ക്വയർ പ്ലസ് 6 ഗുണം 10⁻1 പ്ലസ് 2 ഗുണം 1 പ്ലസ് 5 ഗുണം 1/10 പ്ലസ് 7 ഗുണം 1/10 സ്ക്വയർ പ്ലസ് 4 ഗുണം 1/10 ക്യൂബ്. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1-2 കണക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, നല്ല രീതിക്ക് വായിച്ച് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോംവർക്ക് തന്നോടി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ എന്ത് ചെയ്യാൻ പോവുക? ഹോംവർക്കായിട്ട് ഞാൻ എഴുതിയിടാൻ പോവുക. എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 437.54 എന്ത് ചെയ്യുക? 437.54 എങ്ങനെ എഴുതുക? പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഇതേ കണക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 10ന്റെ പവർ ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അടുത്ത രണ്ടാമത്തത് 23.005 23.005. അടുത്തത് 4567. ഇന്നത്തെ കണക്ക് ഏതാ? 4567.
നാലാമത്തെ കണക്ക് 201. അപ്പോൾ ഈ 4 കണക്കുകൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി. അതിൻ്റെ ആൻസർ ഞാൻ എന്ത് ചെയ്ത് തരാം, പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കും.